ഉമ്മക്ക് വിഷമായ? ഇതൊക്കെ ഒരു വിഷമാണോ മോനെ? കൊതിക്കണതൊക്കെ തിന്നാൻ തോന്നുന്ന സമയല്ലേ? എന്ത് ചെയ്യാ, പഠിച്ചവൻ ഇങ്ങനാണല്ലോ ആ കുട്ടിന്റെ തലയിൽ ഭരിച്ചത്. ഞാൻ പോട്ടെ. ഉമ്മക്ക് കാശ് വല്ലതും വേണോ? ഒന്നും വേണ്ട മോനെ, ഈ നോക്കി പോണം. ഈ ഇവിടെ വന്ന് പോവാറുണ്ടോന്ന് പള്ളിക്കാര് ചോദിച്ച്. ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ശരിമ്മ. ഞാൻ വന്ന ആരും അറിയണ്ട. അവരുമായി കടത്തി പൊറപ്പിക്കില്ല. ആ, ഞങ്ങൾക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, അതാ കാത്തു നിന്നേ. എടാ സലീമേ, ഈ കുഴപ്പമുണ്ടാക്കല്ലേ. ഇപ്പൊ ഈ ഉമ്മയോട് ക്ഷമിക്ക്. ക്ഷമിക്കാനോ? നിങ്ങൾ ഞങ്ങളെ മണ്ടന്മാരൊക്കെ ഇനി കുടുംബത്തോടെ ഊരുവിലക്കും. നോക്കിക്കോ. തെറ്റ് ചെയ്തത് ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. എന്റെ ഉമ്മാനെ വെറുതെ വിട്ടേക്ക്. കൊണ്ടു ചെല്ലാവുന്ന ഞാൻ വാക്ക് കൊടുത്ത പാവം കൊതിയോടെ കാത്തിരിക്കുകയായിരിക്കും. തോറ്റെന്ന് കരുതണ്ട. ഇതിന്റെ പേരിൽ എന്റെ ഉമ്മയെങ്ങാനും വേദനിപ്പിച്ചെന്നറിഞ്ഞാൽ നല്ല കോഴിക്കറിയാണെന്ന് വിചാരിച്ചു കഴിച്ചു. എന്തേക്കാ? ഒന്നുമില്ല. പാവം എത്ര മോഹിച്ചുണ്ടാക്കിയതെന്നറിയോ? സമ്മതിച്ചില്ല. ഉമ്മയ്ക്കും വിഷമായി. ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? ഞാനിപ്പോ ഈശ്വരനെ നേരി കണ്ടോണ്ടിരിക്ക. നാശം, ഈ മഴയും തോരണില്ലല്ലോ. ഇക്കയ്ക്ക് ബീഡി വലിക്കണായിരിക്കും. വലിച്ചോ? അതൊന്നുമല്ല. സീത കഥ കളിച്ച് കിടന്നോ. മഴ തോരുമ്പോ ഞാൻ പൊക്കോളാം. ഈ മഴയത്ത് ഇങ്ങനെ തോണിപ്പോയി കിടക്കുന്നേ. ഇന്ന് ഇവിടെ കിടക്കാം. അയ്യോ, അത് വേണ്ട. നാട്ടുകാർക്ക് പിന്നെ അത് മതി. ആർക്കും വേണ്ടാത്തവരല്ലേ നമ്മൾ രണ്ടുപേരും. ഇനി ആരെ പേടിക്കാനാ? എന്നാലൊരു പായം തലണെങ്കിൽ എടുത്തു. ഞാൻ ആ വരാന്ത ചെല്ലുണ്ടോളാം. കഥ കടിച്ചു കിടന്നു. ഓഹോ, വന്ന് ഒരുമിച്ച് പൊറുതിയും തുടങ്ങി. ഉയ്യോ, ഇപ്പോഴാണോ തമ്പ്രാക്കളത് അറിയുന്നത്? എടോ, പകരുന്ന സൂക്കേടാ. പിടിച്ചാ പിന്നെ മരുന്നില്ല. പഠിപ്പും പോലുള്ള തനിക്കത് അറിയില്ലേ? ഓ, ഇത് വല്ലാത്തൊരു ജന്മം തന്നെ. രാമചന്ദ്രൻ തന്റെ ഭാര്യ സീത എന്നേനിക്കു നാമം
വിളിച്ചു അവവദത്തായി രാമനെയൊഴിഞ്ഞു ഞാൻ മനസാവ്യാപിയിലൊരുത്തനെ രാമദേവാ പാദത്താണേ നിനക്കില്ലേതും കന്മഷമുണ്ടെനിക്കുന്നു നിൻ മനസ്സിൽ തോന്നിയിടല്ലേ നിർമ്മലാങ്ങാ ഭവാനെന്നെ രക്ഷിച്ചിടേണം പൈതലെ നീ പേടിക്കേണ്ട എന്നോടെ ആശ്രമത്തിങ്കൾ പോന്നാലും സീതേ എന്നെ സഹായിക്കാൻ വന്ന വീട്ടുജോലിയൊക്കെ പഠിച്ചല്ലേ? ഓ, ഇതൊക്കെ ഞാൻ വീട്ടിലും ചെയ്യാറുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ബോംബെയിലെ ജീവിതമൊക്കെ? ആരോടെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത സങ്കടം എനിക്ക്. എനിക്കറിയോ, 4 വർഷം എനിക്ക് ഉത്സവമായിരുന്നു. മനസ്സിന് ശരീരത്തിന് നിറയെ സ്നേഹം തന്നിട്ടാ ഉണ്ണി പോയത്. ഞാൻ വേദനിപ്പിച്ചോ? ഇല്ലിക്ക, ഇക്കയോട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തെ? നല്ല പ്രായത്തില് എന്റെ ഉമ്മ കെഞ്ചി പറഞ്ഞതാ, പഠിപ്പിന് പറ്റിയൊരു ജോലിയും മൊഞ്ചുള്ളൊരു പെണ്ണും. ഉമ്മയുടെ ആഗ്രഹമാ. ഇനി അതൊക്കെ ആയിക്കൂടെ? ഏയ്, അത്തരം മോഹങ്ങളൊക്കെ എന്നേ ഞാൻ ഈ പുഴയിൽ ഒഴുക്കി കളഞ്ഞു. ഇക്കയ്ക്ക് ഈ കടത്തുപണി ഉപേക്ഷിച്ചൂടെ? ഈ പുഴയും കടത്തുമെല്ലാം എന്റെ വാപ്പയുടെ ഓർമ്മകളാ. സീതയ്ക്കറിയോ, കുട്ടിക്കാലത്ത് രാത്രികളിൽ വാപ്പ എന്നെ ഒറ്റയ്ക്ക് തോണിയിലിരുത്തി അക്കരയ്ക്കര തൊഴിയുമായിരുന്നു. എന്റെ 8ാമത്തെ വയസ്സിൽ വാപ്പ മയ്യത്താവുന്നവരെ. ഇപ്പോഴും രാത്രി ഞാൻ ഒറ്റയ്ക്ക് തോണി തൊഴിയുമ്പോൾ വാപ്പ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ വാപ്പയെ അറിയാറുണ്ട്. സുമി,
കുറച്ച് ദേ ഇതുപോലെ. നമ്മക്ക് ഈ ഏർപ്പാടൊന്നും അറിയില്ലല്ലോ. വേണ്ട വേണ്ട, ആ വീട്ടിൽ പോണ്ട. ഇങ്ങോട്ട് കടന്നോ. ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഇക്ക, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഒരു ഭീകര രൂപം എന്റെ പിന്നാലെ വന്നു. പക്ഷേ അതിന് എന്റെ തന്നെ ഛായയായിരുന്നു. എന്നാ പിന്നെ എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നോ? ഞാൻ എണീറ്റ് വന്നതാ. ഇക്ക നല്ല ഉറക്കായിരുന്നു. അത് കണ്ടപ്പോ വിളിക്കണ്ടാന്ന് തോന്നി. എന്തായാലും ഒരു ഡോക്ടറെ കാണണം. പിന്നെ തീയതി അടുത്ത് വരികയല്ലേ. ഇവിടുന്ന് എങ്ങനെ പുറത്തിറങ്ങും? ടൗണില് രേവതി ടീച്ചർ നടത്തുന്ന അഗതി മന്ദിരമല്ലേ, സീതയ്ക്ക് അവിടെ താമസിക്കാം. ടീച്ചറെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. നാളെ തന്നെ ടൗണിൽ പോയി ഞാൻ ടീച്ചറെ കാണാം. എന്താ? ആ കുട്ടി ഇവിടെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നാ ടീച്ചർ പറഞ്ഞത്. എനിക്ക് ടീച്ചറെ ഒന്ന് കണ്ടൂടെ? മാഡം. യെസ്. കാര്യങ്ങളെല്ലാം സൂസനോട് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞൊഴിയരുത്. കുറച്ച് ദിവസത്തേക്കെങ്കിലും. മിസ്റ്റർ അബുവിന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. അതിവിടുത്തെ മറ്റ് അന്തേവാസികൾക്ക് ബുദ്ധിമുട്ടാകും. കേട്ടറിഞ്ഞു വന്നതാ. അല്പം കരുണ കാണിക്കുന്നു കരുതി. ഇക്കാര്യത്തിൽ ഞാൻ ഹെൽപ്ലെസ്സാ. ആ കുട്ടിയോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല. വേറെ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. വേറെന്ത് സഹായം? എന്നാ പിന്നെ തണല് പുറത്തുള്ള ബോർഡിൽ മാത്രമേ ഉള്ളൂ, ഇല്ലേ മാഡം? മിസ്റ്റർ, വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. അറിയാം. എടാ, ലോഹിദാസ് വന്നിട്ടുണ്ട്. ആരെ? സിനിമാ സംവിധായകനെ. ഷൂട്ടിങ്ങിനാ? ഏയ്, നമ്മുടെ സീതയുടെ വീട് അന്വേഷിച്ച് വന്നതാ. ഞാൻ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. ആ, എന്താ സീതയേറ്റേക്ക്? അവളുടെ കഥ സിനിമാക്കാനായിരിക്കും. ഏയ്, അയാളുടെ കൂട്ടുകാരനായിരുന്നു ചത്തുപോയ ഉണ്ണി. അവൾക്ക് എയ്ഡ്സാന്ന് പറഞ്ഞില്ലേ അയാളോട്?